Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്നും ഞാൻ ഒരുമാതിരി കോലത്തിൽ വന്നിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, വിഷു ഒക്കെ ആണല്ലോ. അപ്പോൾ എൻ്റെ ഒരു കൈൻഡ് ഓഫ് വിഷു ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാമെന്ന് വിചാരിച്ചു. വിഷുവിൻ്റെ എൻ്റെ ഭയങ്കരം എന്നല്ല, പക്ഷെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവ്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങാറുള്ളത്, ഇന്ന ട്രഡീഷണൽ വേ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ പ്രോഡക്ട്സ് എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഭയങ്കരമായ പ്രോഡക്ട്സോ ഭയങ്കര മേക്കപ്പ് ട്യൂട്ടോറിയലോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു നോർമൽ ഒരു സെറ്റ് സാരി, ഇന്ന് ഞാൻ സെറ്റ് സാരിയാണ് കോസ്റ്റ്യൂം ആക്കി എടുത്തിരിക്കുന്നത്. ഞാൻ ബ്ലൗസ് മാത്രം ഇട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വെച്ചു. സാരി ഉടുത്ത് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്, കുറച്ച് പണിയാണല്ലോ സാരി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് സാരിയൊക്കെ ചെയ്തിട്ട് ഫുള്ള് ലുക്ക് കാണിച്ചു തരാം. എന്താ പറയുക, ഞാൻ നോർമലി സ്കിൻ കെയർ ലാസ്റ്റ് സൺക്രീമും വരെ വെച്ചിട്ടാണ് ഞാൻ സ്കിന്നിൽ ചെയ്യാറുള്ളത്. വേറെ ഒന്നും ഞാൻ ഇടാറില്ല. പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ, ഞാൻ അന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും, ചെറിയൊരു ഫൗണ്ടേഷൻ്റെ സംഭവം ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരു ലുക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോയിൽ പോകെ കാണാം. ഓക്കെ, ഇപ്പം ഞാൻ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആകെ എൻ്റെ ലിപ് ബാം മാത്രം അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സ്കിൻ കെയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ നിയാസിനമൈഡിൻ്റെ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ആക്ച്വലി തീരാറായിട്ടുണ്ട്. ഞാൻ സ്കിൻ കെയറോ കാര്യമോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിയാസിനമൈഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് എൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ സി പ്ലസ് ഇ കോമ്പിനേഷൻ വരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഭയങ്കര ഒരു ഗ്ലോയി ഡൂയി ഫിനിഷൊക്കെ കിട്ടുന്ന സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ ആക്ച്വലി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഒരു മാറ്റ് ഫിനിഷ് ആട്ടോ. എനിക്ക് മാറ്റ് ഫിനിഷ് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാനത് കുറച്ച് എന്തെങ്കിലും, ഈ സ്ട്രോപ്പ് ക്രീമും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനത് എൻ്റെ സൺക്രീമിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും, കൊളാകുമോ ഒന്നും അറിയില്ല. ഇതാണ് എൻ്റെ കുഞ്ഞു ബ്രഷിൻ്റെ പെട്ടി. ഇതൊക്കെ ഞാൻ മുന്നേ തുറക്കാൻ പറ്റത്തില്ല വാങ്ങി വെച്ചതാട്ടോ, പക്ഷേ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനത്തെ കുറച്ച് കുട്ടി കുട്ടി ബ്രഷസ് ഒക്കെ വരുന്ന ഒരു സെറ്റാണ്. ഇതിലിപ്പോൾ ഏതാണ് ഫൗണ്ടേഷൻ്റെത് എന്നെനിക്കറിയില്ല. ഇതാണ് അല്ലെങ്കിൽ ഇതായിരിക്കില്ല. ഇതാവാനാണ് സാധ്യത. ഇതാണ് കുറച്ചും കൂടെ, ഐ തിങ്ക് ദിസ്. എന്താവും എന്നറിയില്ല. അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ എല്ലാവരും വിഷു പ്രിപ്പറേഷൻസ് ഒക്കെ? എല്ലാവരും പടക്കമൊക്കെ വാങ്ങി പൊട്ടിക്കാനൊക്കെ തുടങ്ങിയോ? ഇവിടെ അധികവും പടക്കമൊക്കെ എല്ലാ ദിവസവും ഓരോ വീട്ടിൽ നിന്നായിട്ട് പൊട്ടാറുണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ ഭയങ്കര പടക്കം വാങ്ങിക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്തായാലും കുറച്ച് വാങ്ങണം എന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ സൺക്രീം ഞാൻ കുറച്ച് എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് അപ്ലൈ ചെയ്യാം, ബാക്കി നമുക്ക് ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ്റെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാവരും വിഷുക്കോടിയൊക്കെ എടുത്തോ? ഞാൻ ആക്ച്വലി ഇപ്രാവശ്യം കോടിയൊന്നും എടുത്തില്ല. ഞാൻ ഷുട്ടൂന് വാങ്ങിച്ചു. എനിക്ക് അമ്മയുടെ അതായത് എൻ്റെ മദർ ഇൻ ലോൻ്റെ നല്ലൊരു സാരി കിട്ടി, സെറ്റ് സാരി. അപ്പം ഞാൻ അത് ഇന്ന് വിഷുവിന് ഉടുക്കാം ഇപ്രാവശ്യം എന്ന് വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിഷുവിൻ്റെ പരിപാടീസ്. പിന്നെ എൻ്റെ വീട്ടിൽ വിഷു ഇല്ല ഇപ്രാവശ്യം. അച്ഛൻ്റെ ഒരു അങ്കിൾ എന്ന് പറയാൻ പറ്റില്ല, ആപ്പൻ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. എലയച്ചൻ എന്നൊക്കെ പറയും. അവർ മരിച്ചുപോയി റീസെൻ്റായിട്ട്, ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിഷു ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വീട്ടിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ തന്നെയാണ് വിഷു. എനിക്കറിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഇട്ടത്. ഈശ്വര, ഞാൻ
ഒത്തിരി എടുത്തിട്ടില്ല കേട്ടോ ഫൗണ്ടേഷൻ. എനിക്ക് ഓവറായ എൻ്റെ ഫേസ് ആണോ ഇത് എന്ന് എനിക്ക് സംശയം തോന്നും. അതുകൊണ്ട് ഞാൻ ഓവറാക്കുന്നില്ല. ഇത്തിരി മാത്രം എടുത്താൽ ഞാൻ കുറച്ച് എൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ എൻ്റെ സൺക്രീമും വെച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര മാറ്റ് ഫിനിഷാണ്. എനിക്ക് മാറ്റ് ഫിനിഷ് അത്ര ഇഷ്ടമല്ല. കുറച്ച്, വളരെ കുറച്ച് മതി. ഞാനൊരു കണ്ണാടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതിൽ നോക്കി ചെയ്യാം. ബാക്കി കഴുത്തിലിരിക്കട്ടെ അല്ലേ. ഇത്രയും ബാക്കി വന്നു. ഇപ്പം എനിക്ക് എഴുന്നേറ്റ് പോയി കഴുകാനൊന്നും വയ്യ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. എനിക്കറിയില്ല ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കാരണം എൻ്റെ ഷെയ്ഡിലും ഞാൻ ലൈറ്റാക്കി. ഇപ്പോൾ ആക്ച്വലി ബ്രഷ് വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞാനിതെല്ലാം ഫസ്റ്റ് ടൈം ഇപ്പം ട്രൈ ചെയ്ത് നോക്കാൻ ഒരാഗ്രഹം കൊണ്ട് ട്രൈ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എന്താവും അവസ്ഥ. ഫൈനൽ ലുക്ക് ആക്ച്വലി ഞാൻ എപ്പോഴും ചെയ്യുന്നതിലും കൊളാവോ എന്നുള്ള നല്ല പേടിയുണ്ട് എനിക്ക്. കാരണം ഈ ഇമാതിരി സംഭവങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ തള്ളുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. ഇത് ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. അതാണ് മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഉപയോഗിക്കാണ്ട് അല്ലാതെ ഇഷ്ടമില്ലായിട്ടല്ല. മേക്കപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കലയാണ്. പക്ഷെ ആ കല എനിക്കില്ല. പക്ഷെ ഞാൻ അന്ന് ചെയ്തതിനേക്കാളും എനിക്ക് ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഞാൻ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ് ആക്ച്വലി. എൻ്റെ ഒരു അഭിപ്രായമാണ്. കണ്ടിട്ട് എങ്ങനെ ഉണ്ടാവുന്നതിന് നിങ്ങൾ പറ. കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയൂ കേട്ടോ. ഞാൻ ബ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ടാണ്, ഞാൻ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷർട്ട് എടുത്തിട്ടത്. അതാകുമ്പോൾ എനിക്ക് പ്രോപ്പർലി ചെയ്യാമല്ലോ. ബാക്കിയുള്ള ഡ്രസ്സൊക്കെ ആകുമ്പോൾ വെച്ചാൽ നമ്മുടെ കഴുത്ത് ശരിയില്ലെങ്കിൽ മര്യാദയ്ക്ക് ഇടാൻ പറ്റില്ല, മേക്കപ്പും കാര്യങ്ങളൊന്നും. സോ ബട്ട് ഇത് ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പം നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ ചെയ്യുമ്പം തീരെ ബ്ലെൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അവിടെ ഇങ്ങനെ പാച്ചസ് വന്ന പോലെ തോന്നി എനിക്ക്. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ല. ദിസ് ഈസ് ലുക്കിംഗ് ഗുഡ് ആക്ച്വലി. സെയിം ഷെയ്ഡ് കിട്ടിയതുകൊണ്ട് ഐ എം സോ ഹാപ്പി. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വന്നിരുന്നത്. ഇതൊക്കെ കണ്ടോ? ഇതൊന്നും കുരുവാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം എനിക്ക് ആക്ച്വലി പാച്ചസ് വന്നാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര മൈഗ്രെയിനുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ തലവേദന വരുമ്പോൾ ഈ ബാം തേച്ചാണ് എനിക്ക് ഇവിടെയും കണ്ണിൻ്റെ ഇവിടെയൊക്കെ കണ്ടു. ഇതൊക്കെ ടൈഗർ ബാമ. എന്താ ചെയ്യാല്ലേ. അപ്പോൾ അത് മറിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കണ്ണിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഐഷാഡോ ഒക്കെ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് കണ്ണിൻ്റെ മേലെ നമ്മൾ ഫൗണ്ടേഷൻ ഇടണം എന്നാണ് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള എന്തായാലും വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്കത് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തായാലും സാരിയാണല്ലോ. സോ ഇന്നോട്ടെ. ആക്ച്വലി നല്ലൊരു ഫിനിഷ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാട്ടോ ഈ ബ്രഷ്. ഞാനിത് വാങ്ങിയിട്ട് ഞാൻ ആകെ ഇതിൽ ഉപയോഗിച്ച ബ്രഷ് എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോ ഫില്ലർ ഉണ്ടല്ലോ, ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ബ്രഷ് മാത്രമാണ് ഞാൻ ആകെ ഇതിൽ ഉപയോഗിച്ചുള്ളത്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഹൗ ഇറ്റ് ലുക്സ് നൈസ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ പരിപാടി. ഇനി എൻ്റെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്, ഐബ്രോസ് ആൻഡ് ഐസ്. അതാണ് എനിക്ക് ആകപ്പാടെ ചെയ്യാൻ അറിയാവുന്ന ഒരു സംഭവം. ഐ ലൈക്ക് ഇറ്റ്.
യാ, ഇനിയിപ്പോൾ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യണോ അല്ലെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഐ ഷാഡോയിലേക്ക് പോവാം. ഓക്കെ, ഇതാ കണ്ടില്ലേ, ഈ ബ്രഷാണ് ഞാൻ ഇതിലാകെ യൂസ് ചെയ്യുന്ന സാധനം. പിന്നെ നമ്മുടെ ഈ ഒരു സംഭവമുണ്ട്, ഈ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയല്ലേ, അതെ, ഇങ്ങനെ ചെയ്യുന്ന സംഭവം. അതെന്തായാലും ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ടാണ് സാധാരണ ഐബ്രോസ് ഫില്ല് ചെയ്യുക. പക്ഷെ ഞാൻ ഒന്നാമത് എവിടെയെങ്കിലും പോകുന്നതിൻ്റെ തിരക്കിൽ ചുറ്റിനെ കൊണ്ടുള്ള ബഹളത്തിലായിരിക്കും ഞാൻ റെഡിയാവുക. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് പോകാറുള്ളത്. സോ ഐ എം ട്രൈങ് ദിസ് ടുഡേ. ആക്ച്വലി പുള്ളിക്കാരി ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു വിട്ടേക്കാന്ന് ആളെ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമാധാനത്തിൽ ഇരുന്ന് സംസാരിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയുന്ന നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ഭയങ്കര സൗണ്ട് ഉണ്ടോ ഒന്നും അറിയില്ല. എൻ്റെ കയ്യിൽ മൈക്കില്ല. ഞാൻ മൈക്ക് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ആക്ച്വലി. നോക്കട്ടെ. ഞാൻ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നമ്മുടെ ഒരു നല്ല സാരി ഞാൻ കണ്ടു, വീട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ടാണ്. നമ്മളെ വീട്ടിൽ പോയ സമയത്ത് അലമാരയിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തു. ആൻഡ് ഞാൻ അതിനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു കളറാട്ടോ. നോർമൽ സെറ്റ് സാരിയാണ്, പക്ഷേ ബോർഡറിൻ്റെ കളർ ഡിഫറെൻ്റ് ആണ്. ആൻഡ് എന്താ പറയുക, പണ്ടത്തെ നമ്മുടെ പ്യുവർ കോട്ടൺ സാരി ഇല്ലേ, അങ്ങനത്തെ കൈൻഡ് ഓഫ് പട്ട് സാരിയാണ്. സെറ്റ് സാരിയാണ്, അല്ലാതെ നമ്മളെ മറ്റേ ടിഷ്യൂ സിൽക്കിലുള്ള സെറ്റ് സാരിയൊന്നുമല്ല, ഒരു നോർമൽ. പക്ഷേ അതിൻ്റെ ബോർഡറിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ലാവൻഡർ ഷെയ്ഡ് പോലത്തെയാണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഐ ഷാഡോയിലേക്ക് പോവാം. ഇതും ഞാൻ ഇതിൻ്റെ പാക്ക് പോലും ഞാൻ പൊളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ കെട്ടിപ്പൂട്ടി വെച്ചേക്കായിരുന്നു. ഇത് മാർസിൻ്റെ ഒരു ഐ ഷാഡോ സെറ്റാണ്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അപ്പം ഇതാണ് എൻ്റെ ഐ ഷാഡോൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ ആയി വാങ്ങാം. ഇതിലിപ്പോൾ ഞാൻ സെറ്റ് സാരി ആയതുകൊണ്ടും പിന്നെ എന്താ പറയുക, ഒരു നോർമൽ ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ടും ഞാൻ എന്തെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് പക്ഷെ കുറച്ച് ഷിമ്മറിയാണ്, ഒരു ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ഇതോ മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അധികം ഡാർക്ക് വേണ്ട. ഞാൻ കുറച്ച് മേലെ കുറച്ച് സ്മോക്ക് ചെയ്ത് ഐ എഴുതാനാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ലിറ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ഈ മാർസിൻ്റെ ഈ ഐ ഷാഡോ പാലറ്റ് അടിപൊളി കേട്ടോ. ഡെനോയ് ഓഫ് ജോയ് എന്നാണ് ഐ ഷാഡോ പാലറ്റ്. പക്ഷേ ഇതിലത് ബ്രഷ് ഒന്നും വരുന്നില്ല. സോ ഞാൻ എൻ്റെ അമ്മയുടെ പെട്ടിയിൽ നിന്ന് ഒരു ബ്രഷ് എടുക്കട്ടെ. ഇതിൽ ഏതാണ് ഇപ്പോൾ ഐ ഷാഡോ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഷിമ്മറി വേണ്ട എനിക്ക്. ഞാൻ അതുകൊണ്ട് കുറച്ച് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു പിങ്ക്, പക്ഷെ ഓവറാവോ? ഇതിൽ ആക്ച്വലി ഈ കളർ നല്ല ഷെയ്ഡാട്ടോ, ഈ ലൈറ്റ്. പക്ഷെ അത് ഗ്ലിറ്റർ ഉള്ളത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പ്ലെയിൻ അവർ വെച്ചിട്ടില്ല. സോ ഞാൻ ഈ ഒരു ഷെയ്ഡ്, മീൻസ് ഈ ഷെയ്ഡ് കണ്ടോ, അത് കുറച്ച് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. ഈ ഒരു ഷെയ്ഡ് കുഴപ്പമില്ല. സ്മോക്കി ആയി ചെയ്യുമ്പോൾ ഈ ഒരു കളർ മതി എന്നാണ് എൻ്റെ ഒരു അനുമാനം. നിങ്ങൾക്ക് എല്ലാവരും വിഷുവിന് സദ്യ കഴിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? നമ്മൾ പ്രോബബ്ലി ബിരിയാണി ആയിരിക്കും. ഒരു ദിവസം ബിരിയാണിയും ഒരു ദിവസം സദ്യയും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഇവിടെ സദ്യ ഫാൻ ഇല്ല ആക്ച്വലി. നമ്മളെല്ലാവരും കുറച്ച് നോൺ വെജ് ഫാൻസാണ്, ഭയങ്കര സദ്യ ഫാനല്ല. സദ്യ ഫാൻ ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററിൻ്റെ ഭയങ്കര സദ്യ ഫാനാണ്. പക്ഷേ ആളിവിടെ നാട്ടിലില്ല. അതുകൊണ്ട് നമുക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു സദ്യ
പിന്നെ സദ്യ ഉണ്ടാക്കാനും ഭയങ്കര പാടല്ലേ, കുറേ കറികളും സംഭവങ്ങളും ഒക്കെ. അതുകൊണ്ട് പ്രോബബ്ലി നമ്മൾ ബിരിയാണി ആയിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. എന്നാലും നോക്കാം. നമ്മൾ പിന്നെ ഈ കണ്ണൂർ കോഴിക്കോട് സൈഡിലൊക്കെ എന്ന് വെച്ചാൽ എന്ത് സദ്യയാണെങ്കിലും അതിൽ നോൺ വെജ് ഒരു ഐറ്റം നിർബന്ധം. അറ്റ്ലീസ്റ്റ് ഒരു ഫിഷ് ഫ്രൈ എങ്കിലും അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ എങ്കിലും ഉണ്ടാവും എല്ലായിടത്തും. പ്രോപ്പർ വെജ് സദ്യ എന്ന് പറയുന്നത് നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടാവുള്ളൂ. അധികം വീട്ടിലൊക്കെ വെക്കുന്നതാണെങ്കിൽ എന്തായാലും ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടാവും എപ്പോഴും. എന്നാലേ നമ്മൾക്കൊക്കെ ചോറങ്ങോട്ട് ഇറങ്ങുള്ളൂ. എന്തോ അതങ്ങനെ ഒരു ശീലമായി പോയി. യാ, നോട്ട് ബാഡ് ആക്ച്വലി. ദേ ഇനി ഈ ഒരു ഷെയ്ഡാണ് കൊടുത്തത്. ഇതിൽ കാണുമ്പോൾ എൻ്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഡാർക്കായിട്ട് തോന്നും, പക്ഷെ അത്ര ഡാർക്ക് അല്ല കേട്ടോ. ഒരു നോർമൽ ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് പിങ്ക്. ഇനി ഞാനും ഇതൊക്കെ കഴുകി ഇനി എടുത്ത് വെക്കണം. ഞാനിതൊന്നും കൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. എനിക്ക് ലൈറ്റിൽ ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ് ആക്ച്വലി. ഇനി ഞാൻ ഒരു ചെറിയ സ്മോക്ക് ചെയ്ത് കൊടുക്കട്ടെ കണ്ണിന്. ഞാൻ സ്മോക്ക് ഐസ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. ഇതെൻ്റെ ഐബ്രോ ഫില്ലറില്ലേ, അതിൻ്റെ അകത്തുള്ള ബ്ലാക്ക് വെച്ചിട്ടാണ് ഞാൻ സ്മോക്ക് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കാറുള്ളത്. മറ്റേ സംഭവം എൻ്റെ കയ്യിലില്ല. അതുപോലെ തന്നെ എനിക്ക് ഇതിൽ ബ്ലാക്ക് ഐ ഷാഡോ ഇല്ല. നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് ഐ ഷാഡോ ഉള്ള പാലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അതിലുള്ള ബ്ലാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ചെറിയ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. മീൻസ് നമ്മൾ ഈ ഐലൈനർ ചെയ്തില്ലേ, അതുപോലെ ഞാൻ ഒരു ചെറിയ ലൈന് വരഞ്ഞു കൊടുക്കും. കാണിച്ചു തരാം, കണ്ടോ? ഇതുമാതിരി ഒരു ചെറിയ ലൈൻ ഞാൻ വരഞ്ഞു കൊടുക്കും. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും. ഇപ്പുറത്തും കൂടെ ഞാൻ വരയട്ടെ. അധികം ഡാർക്കർ ആവണ്ടെന്ന് തോന്നുന്നു. ആൻഡ് പിന്നെ ഞാൻ അതിനെ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. കുറച്ചൊരു വീതിയിൽ നല്ല പോലെ സ്മഡ്ജ് ചെയ്ത് വിടും. സ്പ്രെഡാക്കിയിട്ട് നല്ലപോലെ സ്പ്രെഡാക്കുക. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നല്ലപോലെ സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ എടുത്തിട്ട് നല്ല പോലെ സ്പ്രെഡ് ചെയ്യാം. ഇവൻ്റെ കണ്ണിലൊക്കെ പോകും. ഈ ചെറിയ കണ്ണാടി വെച്ച് ആക്ച്വലി ചെയ്യുന്ന ഭയങ്കര പാടാട്ടോ. ഞാനെപ്പോഴും കണ്ണാടീൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ നിന്നിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ആക്ച്വലി നല്ലതാണോ അല്ലയോ എന്നുള്ളത്. ബട്ട് യാ ഓക്കെ, നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, നല്ലപോലെ ഞാനത് ഫുള്ളായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് കുറച്ചും കൂടെ ഡാർക്കും ഒരു സൈഡ് ലൈറ്റും ആയിപ്പോയി. ഈ സൈഡ് കുറച്ചും കൂടെ ഒന്ന് ഡാർക്കർ ആക്കണം. യാ, പെർഫെക്റ്റ്. അപ്പോൾ അത് ഡൺ. ഇനി ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഐലൈനർ ഉണ്ടല്ലോ, ഐലൈനർ വെച്ചിട്ട് എൻ്റെ ഈ സാധനത്തിൻ്റെ ക്ലിപ്പ് പൊട്ടിപ്പോയി. അപ്പം ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇതിന് വേറെ നമ്മൾക്ക് ബോട്ടിലിന് എനിക്ക് ചൊറിയുന്നു. ജസ്റ്റ് കാറ്റടിച്ചിട്ട് ഒരു ടിക്ലിങ് ഫീല്, പക്ഷെ ചൊറിയാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഞാൻ എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു റബ്ബർ ബാൻഡ് കിട്ടിയിട്ട് ഞാൻ അതിട്ട് കെട്ടി വയ്ക്കും. ഇതിന് വേറെ മൂടി കിട്ടാൻ പണിയാണ്.
അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഐലൈനർ വെച്ചിട്ട് ഞാൻ സാധാരണ നമ്മൾ വിങ്സ് വരെയല്ലോ ആ സംഭവം ചെയ്ത് കൊടുക്കും. അപ്പോഴേക്കും നമ്മുടെ സ്മോക്കി ഐസ് റെഡിയാണ്. ഓവറോൾ ലുക്ക് വരുമ്പം നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ വിങ്സ് വരയട്ടെ. ട്രഡീഷണൽ ആയതുകൊണ്ട് ഞാൻ മേലത്തെ വാട്ടർ ലൈനും താഴെയും വരഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ ഇപ്പം ഞാൻ മേലെ ലൈൻ ഇടട്ടെ. ഇപ്പം ഞാൻ ഇത് ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്, എൻ്റെ കയ്യിൽ മസ്കാറ ഇല്ല. പഴയ ഏതോ ഒരു മസ്കാര ഇരിപ്പുണ്ട്, അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വേറെ ഇല്ല. ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സാണ്. ഐലൈനർ എനിക്ക് 2 സൈഡും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പം ഞാൻ കുറച്ച് ടൈം എടുത്ത് വരയുന്ന ഒരു സംഭവം. ബാക്കിയൊന്നും എനിക്ക് ചെയ്യാനില്ല വേറെ ഒന്നും. സോ ഞാൻ കുറച്ച് ടൈം എടുക്കുന്നത് ഇതിനാണ്, ഫോർ ഐലൈനർ. എനിക്ക് ആ വിങ്സ് കിട്ടണം. കറണ്ട് പോയി ഗൈസ്. എപ്പോഴും ഇങ്ങനെയാണ്. ഞാനൊരു വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും കറണ്ട് അങ്ങ് പോകും. ഇറ്റ്സ് ഓക്കെ. അപ്പം ഞാൻ എൻ്റെ വിങ്സ് വരട്ടെ. ഭാഗ്യത്തിന് എൻ്റെ കറണ്ട് തിരിച്ചു വന്നു. ഈശ്വര ഭഗവാന് പോവല്ലേ. കറണ്ട് പോയാൽ എന്താ പറയുക, ഉള്ളിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ലൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല. ഇനി പോയില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി എങ്ങനെയൊക്കെയോ വരഞ്ഞൊപ്പിക്കുന്നുണ്ട്. അറിയില്ല എൻ്റെ വിങ്സ്. കറണ്ട് പിന്നെയും പോയി. KCB എന്നെ ചതിച്ചു ഗൈസ്. കറണ്ട് പോയി. ഇങ്ങനെ ഇത് വരയാന്നുള്ളത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ അപ്പുറത്ത് കണ്ണാടിയിൽ പോയി നോക്കി വരച്ചിട്ട് വരട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ മേലെയും കൂടെ കണ്ണ് ഫുള്ളി എഴുതി വിങ്സ് ഇട്ടു. ആൻഡ് ലൈറ്റ് ഇല്ല കേട്ടോ, കറണ്ട് പോയി. ഡിസപ്പോയിൻറ്റ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ താഴത്തെ വാട്ടർ ലൈൻ ഒന്ന് എഴുതി കൊടുക്കണം. അതെവിടെ പോയി? കിട്ടി. ഇത് സാധാരണ ഒരു നോർമൽ ഹിമാലയയുടെ കാജലാണ്. ഞാൻ ട്രഡീഷണൽ വേ ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമേ താഴത്തെ വാട്ടർ ലൈൻ വരഞ്ഞു കൊടുക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നോർമൽ സംഭവം വാങ്ങി വെച്ചതാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. മുകളിൽ മാത്രം വരയുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇത് വെച്ച് താഴെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് ഞാൻ വരയുന്നുള്ളൂ താഴെ. ബട്ട് ആ എൻഡ് ഞാനൊന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട് ഈ ലാസ്റ്റ്.
ബാക്കി വളരെ ലൈറ്റായിട്ട് കൊടുക്കുകയാണ്. കണ്ടോ? ഓക്കെ. ഓക്കെ. ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റിയേനെ. കറണ്ടേ പ്ലീസ് ഒന്ന് വരൂ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ആൻഡ് ഞാൻ പോയി തപ്പി എനിക്ക് പഴയ ഒരു മസ്കാര കിട്ടിയിട്ടുണ്ട്. ഇത് ഷുഗറിൻ്റെ ഒരു മസ്കാരയാണ്, ഞാൻ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഐസ് ആർ ഡൺ. ഞാൻ മസ്കാര എന്ന് പറഞ്ഞ സാധനം അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ. ഇതൊക്കെ കുറേ മുന്നേ വാങ്ങിച്ചാണ്. ആക്ച്വലി ഇതിൻ്റെ ഡേറ്റ് കഴിഞ്ഞോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് യാ, ഞാൻ ഉപയോഗിച്ചു. എന്താവും എന്നറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി എൻ്റെ ആ ബ്രഷ് വെച്ച് ചെയ്തുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എനിക്ക് ആ ഫൗണ്ടേഷൻ ഇട്ടത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സെയിം ആ ഒരു എൻ്റെ സൺക്രീമും കൂടെ മിക്സ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഭയങ്കര മാറ്റായിട്ട് നിൽക്കുന്നില്ല. കുറച്ച് ഗ്ലോയി ഫിനിഷിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇനി ഞാൻ എൻ്റെ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. One, two, three. ഇതിപ്പോൾ ഇനി ഞാൻ കൈവച്ച് ബ്ലെൻഡ് ചെയ്താൽ സംഭവം പോവും. സോ ഞാൻ ബ്രഷ് വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി പൗഡർ ബ്രഷാണ് കേട്ടോ. ഇത് ഞാൻ ബ്ലഷിന് ഉപയോഗിച്ചിട്ടൊരു കാര്യമില്ല, സംഭവം വർക്കാവുന്നില്ല. സോ ഞാൻ ഫൗണ്ടേഷൻ്റെ ബ്രഷ് തന്നെ എടുത്തിട്ട് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ സൈഡ് എനിക്ക് കറക്റ്റായിട്ട് ടാബ് ചെയ്ത് കിട്ടി, ഇപ്പോഴത്തെ സൈഡ് കിട്ടിയില്ല. സോ ഞാൻ ഈ സൈഡിൽ കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ടാബ് ചെയ്ത് കൊടുക്കട്ടെ. ഈ ബ്ലഷിനൊക്കെ മറ്റേ സംഭവം നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. നമ്മുടെ ആ ഒരു സ്പഞ്ച് ഉണ്ടല്ലോ, ആ ഒരു മുട്ട ഷേപ്പിൽ വരുന്ന സാധനം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബട്ട് യാ, എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ ഇത് വാങ്ങി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ ഞാൻ യൂസ് ചെയ്യാണ്ട് സൈഡിൽ ഇടലേ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. ചില ആൾക്കാർ ബ്ലഷ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇടുന്നതാണ് ഞാൻ കണ്ടില്ല. മീൻസ് നമ്മുടെ ഈ ഒരു ചീക്ക് പോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. പക്ഷെ എനിക്ക് ഇവിടെ വരെ ചോന്നിരിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഹായ്, ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ആ ഒരു ഗ്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ലുക്കിംഗ് ഗുഡ്. നിങ്ങൾക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയേനെ, പക്ഷെ കറണ്ട് ഇല്ല. അപ്പോൾ ചെറിയൊരു മേക്കപ്പ് ഡണ്ണായിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഫൗണ്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഐ എം ജസ്റ്റ് ഡൺ വിത്ത് മൈ സൺക്രീം ഇട്ടിട്ട് ഞാൻ ഐയും ചെയ്യും. പിന്നെ ഇതുപോലെ ബ്ലഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് ഡണ്ണാണ്. പക്ഷെ ഇവിടെ എനിക്ക് ഞാൻ ഉള്ളത് ആ സംഭവം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ പോയിട്ട് സാരി ഉടുത്തിട്ട് വരാം. ആൻഡ് അതിന് ശേഷം
അല്ലെങ്കിൽ ഞാൻ ഹെയർ ചെയ്തിട്ട് പോണോ? ഞാൻ ഹെയറും കൂടെ ചെയ്തിട്ട് സാരി ഉടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ കറണ്ട് പോയതുകൊണ്ട് ഭയങ്കര ചൂടുമാണ്. ബട്ട് നമുക്ക് നോക്കാം. ഞാൻ ഒരു പഫ് ഹെയർ സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. നോർമലി ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് അതാണ് എപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം എനിക്ക് ഭയങ്കര വലിയ ഫോർഹെഡാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സാധാരണ ആ ഒരു ഇത് എനിക്ക് ഭയങ്കര പറ്റിയ പോലെ തോന്നും. അങ്ങനെ പറ്റിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോ എനിക്ക് കുറച്ച് മെസ്സി ആയിട്ടുള്ള ലുക്കാണ് ഇഷ്ടം. അപ്പം ഞാൻ ആദ്യം പോയിട്ടൊന്ന് സാരി ഉടുത്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ സാരി ഇട്ട് റെഡിയായി. ഈ ഒരു ബോർഡറിൻ്റെ കളറാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഇനിയിപ്പോൾ മുടി ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ പഫ് ചെയ്തിട്ട് പൂവ് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ മുടി എനിക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടുന്നത് അത്ര പോസിബിൾ അല്ല. സോ ഞാൻ മുടി കെട്ടിയിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ പഫ് ചെയ്ത് ഹെയർ കെട്ടി വെച്ചു. ഞാൻ പറഞ്ഞില്ല നേരത്തെ എനിക്കധികം പറ്റി ചെയ്യുമ്പോൾ ലോങ് ഫോർഹെഡ് ആയതുകൊണ്ട് പറ്റൂല. സോ ഞാനൊരു പഫ് മെസ്സി ഹെയർ സ്റ്റൈലിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ പൂവൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട്. ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊട്ട് വെച്ചു കൊടുക്കാം. പിന്നെ വിഷു അല്ലേ, ഒരു സിന്ദൂരമൊക്കെ വെച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ആക്സസറീസ് ആയിട്ട് ഞാൻ ഈ ഒരു മാല ഇടാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇത് ചെയ്യാം. ദിസ് ഈസ് ഗുഡ്. അപ്പം ഇതും ഇടാം. പിന്നെ നമുക്കൊരു പൊട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ആക്സസറി ഒക്കെ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ കമ്മലും കൂടി ഇട്ടാൽ ബോറാകുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഞാൻ ഇട്ട് നോക്കട്ടെ. എന്തായാലും കയ്യിൽ ഞാൻ റിങ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഓവർലി കൊടുക്കുന്നില്ല. കാരണം ആ ഒരു ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട്. കമ്മൽ വലുത് വേണോ? ഇല്ലാത്തതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ലത് തോന്നുന്നത്. ഞാൻ എന്തായാലും ഇത് ഇട്ടിട്ട് വലിയൊരു കണ്ണാടിയിലും കൂടെ നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് നോട്ട് ബാഡ് അല്ലേ, വലിയ കുഴപ്പമില്ലല്ലോ. വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കമ്മലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഫുൾ ലുക്ക് ഞാൻ നിന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ആ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ള സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വലിയ കമ്മലും മാല ഇട്ടതുകൊണ്ട് ഞാൻ കയ്യിൽ വേറെ ഒന്നും കൊടുക്കുന്നില്ല, റിങ് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഉള്ള നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. ഞാൻ കുറച്ചൊരു ന്യൂഡ് കൈൻഡ് ഓഫ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ ഒരു മിക്സപ്പ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ലാക്മിയുടെ ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അപ്പം ഞാൻ ആദ്യം ഇത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ സെക്കൻഡ് ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ തന്നെ ഒരു ന്യൂഡ് ഡ്രീം എന്ന് പറയുന്ന ഷെയ്ഡാണ്. അതും നല്ല അടിപൊളി ഷെയ്ഡ് കേട്ടോ. ന്യൂഡ് പെർഫെക്റ്റ് ന്യൂഡ് ഡെയിലി ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷെയ്ഡാണ്. എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡെയിലി വെയർ ലിപ്സ്റ്റിക്കാണിത്. ഞാൻ ഒരു നോർമൽ കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്ക് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഡാർക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഡാർക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ന്യൂഡ് ഷെയ്ഡ്സ് ഇട്ടിട്ട് എനിക്കിപ്പം കൂടുതലും ഇഷ്ടം ന്യൂഡ് ഷെയ്ഡിനോടാണ്.
അപ്പോൾ ഈ ലാസ്റ്റിലത്തെ ഈ പെർഫെക്റ്റ് ലുക്ക് എനിക്ക് ഭയങ്കര ഇന്നത്തെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മാച്ചിങ് ലുക്കിലേക്ക് എത്തും എന്നുള്ളത്, എസ്പെഷ്യലി ഫൗണ്ടേഷൻ ഉപയോഗിച്ചതുകൊണ്ട്. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാ അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ലിപ്സ്റ്റിക്കും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഇതൊക്കെ തന്നെ ഞാൻ നോർമലി ചെയ്യാറുള്ളൂ. ഇവിടെ ഞാൻ ഇപ്പോൾ ആക്ച്വലി ആഡ് ചെയ്തത് ആ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യം മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ സൺക്രീം വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും, അത്രേ ചെയ്യാറുള്ളൂ. പിന്നെ ഹെയർ ഡോലും പിന്നെ നമ്മുടെ ഐ മേക്കപ്പിലും ഒക്കെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാറ്. പിന്നെ ഡ്രസ്സും. അപ്പോൾ ഈ കളർ എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് ചേരുവോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കുറച്ച് കൺഫ്യൂഷനായിരുന്നു. കുറച്ച് ലൈറ്റ് ഷെയ്ഡാണല്ലോ, ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നോർമലി ഒരു ഡേ ഡയറ്റിലുള്ള വീഡിയോ എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു വിഷു ലുക്ക് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് ലുക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. എല്ലാവർക്കും ഒരു അടിപൊളി നല്ലൊരു വിഷു ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ. അപ്പോൾ ഇതാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. ഇതാണ് എൻ്റെ സാരിയൊക്കെ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ തന്നെ ചുട്ടുമ്മ ഓടി വന്നിട്ടുണ്ട്. അവളും അമ്മയും ഞാനും കൂടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു പെർഫെക്റ്റ് ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക്സ് ടു അമ്മ. അടിപൊളിയായിരുന്നു. പെർഫെക്റ്റ്ലി സ്റ്റിച്ച്ഡ് ആയിട്ട് എനിക്ക് ബ്ലൗസും കിട്ടിയിട്ടോ. ഞാൻ പുതിയ ഒരാളുടെ അടുത്തായിരുന്നു അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് അടിച്ചു തന്നു. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു ലുക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പൂവൊക്കെ ഞാൻ നോർമലി വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ടുള്ളൂ. ഞാൻ വേറെ അങ്ങനെ യൂഷ്വലായിട്ട് വേറെ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാൻ പോയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.